ഹലോ നമസ്കാരം, രേണുസുതിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും എന്താ പറയുക, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയുക, രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ല. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാമെന്ന് വേറെ ഒന്നുമല്ല, പറയുന്നവർ പറഞ്ഞിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവർക്ക് എൻ്റെ ഉള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ ബ്ലോഗേഴ്സ് ബ്ലോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു ജസ്റ്റ് വെറുതെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ കാര്യത്തിൽ? അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവരോട് ചോദിച്ചാൽ കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയി അതുപോലെ കിടപ്പായിരിക്കും. കിടപ്പിൽ കിടന്നുണ്ട് ആ സമയത്തെ വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയാലേ പറ്റത്തില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗ്ഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ് ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത്. എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരും ഏറ്റവും കൂടുതൽ എല്ലാവരും പ്രാർത്ഥനയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഒരു ദിവസം നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്ന് മെഡിസിൻസൊക്കെ ആവശ്യമാണ്. നമുക്ക് ഒരുപാട് പൈസ ആവശ്യമാണ്. അപ്പം ഞാൻ പ്രോഗ്രാം ഒന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രോഗ്രാം ഇവിടെയുള്ള അടുത്തുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ അതേപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് അടുത്ത ടീം ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് വേണം. ഒരു റെസ്റ്റിലാണ് ഞാൻ സ്ഥലം ഇങ്ങനെ കിടന്നിട്ട് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാകും. അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നത്. അതിന് കുറ്റം കണ്ടുപിടിക്കാനാണ് ആൾക്കാരും. സാരമില്ല, ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എല്ലാവരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ കാണുന്നത്. സോ പാവം നമ്മളെ രേണു ചേച്ചി, അവർക്കിപ്പം വലിയ ഇനോഗ്രേഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ അസുഖം ഉള്ളതുകൊണ്ട്. അപ്പോൾ പരമാവധി അവരെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് കൊടുക്കുക, നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക, നല്ല നല്ല ഷെയറുകൾ ഇതാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവരെ വീഡിയോ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ എയ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അവരെ നമ്മൾക്ക് പരമാവധി സപ്പോർട്ട്, ഞാൻ അതല്ല അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്നതാകുന്നു. അപ്പോൾ എല്ലാവരും അവരെ ചാനലും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി അവർക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടി അവർ രക്ഷപ്പെടട്ടെ. അവർ രോഗത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ സഹായിക്കും. പിന്നെ കുറ്റം പറയുന്നവർ, തെറി വിളിക്കുന്നവരും ഇതാക്കുന്നവരോട് സഹായിച്ചില്ലേയും വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. ഓക്കെ, വേറൊന്നും പറയാനില്ല. രേണു ചേച്ചീൻ്റെ അസുഖം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.